അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇബ്നു ജൗസ് റളിയല്ലാഹു അൻഹു പറയാണ്, കം അഫ്സദത്തുൽ ഗീബത്തു മിൻ അഅമാലിസ് സ്വാലിഹീൻ. ബഹുമാനപ്പെട്ടവർ ഗീബത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. എത്രയോ സ്വാലിഹീങ്ങളുടെ അമലുകളെല്ലാം നഷ്ടപ്പെട്ടു പോയത് ഗീബത്ത് കാരണം കൊണ്ടാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്, വളരെ ശ്രദ്ധിക്കേണ്ട, വളരെ സൂക്ഷ്മതയോടെ കൂടെ ജാഗ്രത വഹിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള ദോഷങ്ങളിൽ നിന്ന്, മറ്റുള്ള തെറ്റുകളിൽ നിന്നൊക്കെ നാം വിട്ടുനിന്നാലും ഈ പരദൂഷണം, അതേ ഗീബത്ത് പറയുക, മറ്റൊരാളെക്കുറിച്ച് കുറവാക്കി പറയുക, ആ ഗീബത്ത് എന്നുള്ളത് പലപ്പോഴും വലിയ ഗൗരവമായി നാം കാണുന്നില്ല. അതോടെ നമുക്ക് നഷ്ടപ്പെടുന്നത് നാം ചെയ്ത അമലുകളാണ്. ധാരാളം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ധാരാളം ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ, ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നഷ്ടപ്പെടുകയാണ്. അതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, കം അഫ്സദത്തുൽ ഗീബത്തു, ഗീബത്ത് എത്രയോ ഫസാദാക്കി കഴിഞ്ഞു, മിൻ അഅമാലിസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ എത്രയോ അമലുകൾ. അവർ സ്വാലിഹീങ്ങളായിരുന്നു, ധാരാളം അമലുകൾ ഉണ്ടായിരുന്നു. ഗീബത്ത് കാരണത്താൽ അവർ ചെയ്ത അമലുകളെല്ലാം അതെല്ലാം ഫസാദായിപ്പോയി എന്ന് മാത്രമല്ല, വകം അഹ്ബതത് മിൻ ഉജൂരിൽ ആമിലീൻ, എത്രയോ അമലുകൾ ചെയ്തവർക്കുള്ള കൂലികളെല്ലാം നഷ്ടപ്പെട്ടു പോയി. കാരണം ഗീബത്താണ്. വകം ജലബത് മിൻ സുഖ്തി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന്റെ ദേശം പല ആൾക്കാർക്ക് അല്ലാഹുവിന്റെ ദേശം കിട്ടാൻ കാരണമായതും ഈ ഗീബത്ത് കൊണ്ടാണ്. അല്ലാഹു അർഹമുർ റഹീമാണ്, കാരുണ്യമുള്ളവനാണ്. അതേ, അവന്റെ അടിമകൾ ധാരാളം ദോഷങ്ങൾ ചെയ്യുമ്പോഴേക്ക് അവൻ പലപ്പോൾ അതെല്ലാം വിട്ടുപൊറുക്കുകയാണ്, മാഫ് ചെയ്തു കൊടുക്കുകയാണ്. പക്ഷേ ഗീബത്ത് ഒരാൾ നിത്യമായി അതിൻ്റെ പിന്നാലെ അവൻ പോകുമ്പോൾ അവനക്ക് ആരെങ്കിലും ഒരാളെ ഒന്ന് പറയാതെ അവനിക്ക് സമാധാനമില്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരോട് അല്ലാഹുവിന് വലിയ ദേഷ്യമാണ്, അല്ലാഹുവിന് വലിയ കോപമാണ്. അപ്പൊ അല്ലാഹുവിന്റെ കോപം പെട്ടെന്ന് കിട്ടുന്നത് ഗീബത്തുകാർക്കാണ്, ഗീബത്ത് പറഞ്ഞു നടക്കുന്നവർക്കാണ് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംസാരത്തിൽ നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ അല്പസമയം ഒന്ന് സംസാരിച്ച് പിന്നീട് നമ്മുടെ സംസാരം പോകുന്നത് മൂന്നാമത്തെ ഒരാളെ കുറിച്ചിട്ടാണ്. അവനെങ്ങനെ ചെയ്തു, ഇവനിങ്ങനെ ചെയ്തു, അവന്റെ കാര്യങ്ങൾ, അവന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ, അവന്റെ മക്കളുടെ കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ ഇങ്ങനെ നിസ്സാരതയോടുകൂടെ ചർച്ച ചെയ്യുന്നതാണ്. നമ്മളെന്തോ വലിയ ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുകയാണ്. അതൊക്കെയും നമ്മുടെ അമലുകളെല്ലാം നഷ്ടപ്പെടുത്തുന്നതാണെന്നുള്ള ഗൗരവം നമുക്കുണ്ടാകണം. ഒരാളും എത്ര വലിയ ഇബാദത്ത് ചെയ്തവനാണെങ്കിലും, എത്ര നല്ല സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഗീബത്തുണ്ടെങ്കിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും, അതെല്ലാം മറ്റൊരാൾക്ക് കിട്ടുകയാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. അതേ, നമ്മുടെ നാവിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ, മറ്റൊരാളെ കുറിച്ച് നാം പറയുന്നത് നമുക്കൊരു നിയന്ത്രണം ഉണ്ടായിട്ടില്ലെങ്കിൽ, അതിൽ നമ്മളൊരു സൂക്ഷ്മത നാം പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ എല്ലാ അമലുകളും നഷ്ടപ്പെടുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. വളരെ ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കണം, ഇതുവരെ നാം ചെയ്ത നിസ്കാരങ്ങളും, നാം ഓതിയ ഖുർആനുകൾ, നാം ചെയ്ത അമലുകളെല്ലാം നാളെ ആഖിറത്തിൽ റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോൾ അതെല്ലാം ചെയ്യാത്തതുപോലെ, അതെല്ലാം നമ്മുടെ കൈ വിട്ടുപോകുന്നൊരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തുമാത്രം ഖേദകരമായ അവസ്ഥയായിരിക്കും. നാം ചെയ്തതൊന്നും നമുക്ക് ഉപകാരത്തിന് കിട്ടുന്നില്ല, നാം ചെയ്തതൊന്നും നമുക്ക് ആ സമയത്ത് ഫലപ്രദമാകുന്നില്ലെങ്കിൽ നാം ഇതുവരെ ചെയ്തതെല്ലാം നഷ്ടമായില്ലേ? എന്തുകൊണ്ട് നമുക്കത് ഉപകാരം കിട്ടാത്തത്? അതേ ഗീബത്ത് കൊണ്ടാണ്. ഒരാളെ അമല് ചെയ്താൽ അതൊന്നും നഷ്ടപ്പെടുകയില്ല. എല്ലാം അതെത്ര ചെറിയ അമലാണെങ്കിലും അല്ലാഹു അത് സ്വീകരിക്കും, അല്ലാഹു അതിന് പ്രതിഫലം നൽകും. അല്ലാഹു അക്രമിയല്ല, അല്ലാഹു ക്രൂരനല്ല, എല്ലാത്തിനും പ്രതിഫലം നൽകുന്നവനാണ്. പക്ഷേ നാം ചെയ്ത അമലുകളെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നത്
ഗീബത്ത് കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കണം. അതിന് പ്രതിഫലമില്ലാതെയാകുന്നത് നാം പറയുന്ന വാക്കിലൂടെയാണ്. മറ്റൊരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞതുകൊണ്ടാണ് അതെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ള ആ ഗൗരവം നമുക്കുണ്ടാകണം, മനസ്സിലാക്കണം. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചത്. എത്രയോ ആലിമീങ്ങള്, എത്രയോ ആമിലീങ്ങള്, എത്രയോ ആബിദീങ്ങള്, എത്രയോ നല്ല സ്വാലിഹീങ്ങളുടെ അമലുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഗീബത്ത് കാരണം കൊണ്ടാണ്. അവർക്കറിഞ്ഞില്ല, അവർ വിചാരിച്ചത് ഞാൻ വലിയ ഇബാദത്തുള്ളവനല്ലേ, ഞാൻ രക്ഷപ്പെടുമെന്ന്. പക്ഷേ റബ്ബിന്റെ മുമ്പിലെത്തുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് എൻ്റെ ഗീബത്ത് കാരണം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനൊരു അവസ്ഥ നമുക്ക് വരാതിരിക്കണമെങ്കിൽ ഈ സമയത്ത് തന്നെ നാം ചിന്തിക്കണം. നമ്മുടെ നാക്കിലേക്ക്, നമ്മുടെ സംസാരത്തിലേക്ക് ഒരു നിയന്ത്രണം ഉണ്ടാകണം. ആരെക്കുറിച്ച് പറയുമ്പോൾ വളരെ ഗൗരവം നമുക്കുണ്ടാകണം, സൂക്ഷ്മത നമുക്കുണ്ടാകണം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.